ഒരു കാലത്ത് ഗൾഫിലെ പ്രമുഖ സ്ഥാപനത്തിൻ്റെ MD ആയിരുന്നു. എണ്ണമറ്റ ജോലിക്കാർ, കണക്കറ്റ സമ്പാദ്യം. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മൂസക്കുട്ടി നാട്ടിൽ പോയിട്ട് 11 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. നമ്മിൽ പലർക്കുമുള്ള ഒരു മുന്നറിയിപ്പായി മൂസക്കുട്ടിയുടെ ജീവിതമാണ് ഇനി. ഈ മുഖം റാസൽ ഖൈമയിൽ ബിസിനസ് രംഗത്തുള്ളവർക്ക് ഇപ്പോഴും സുപരിചിതമായിരിക്കാം. ഗൾഫിലും ആഫ്രിക്കയിലുമായി 18 ശാഖകളും സഹോദര സ്ഥാപനങ്ങളുമുണ്ടായിരുന്ന മിഡിൽ ഈസ്റ്റ് ട്രേഡിംഗിന്റെ മാനേജിംഗ് പാർട്ണർ. വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് പുരസ്കാരം വാങ്ങാൻ വരെ വളർന്ന പ്രവാസി വ്യവസായി. പാലക്കാട് പട്ടാമ്പി മാട്ടായ സ്വദേശി മൂസക്കുട്ടി. ഇന്ന് മൂസക്കുട്ടി എന്ന 41 വയസ്സുകാരന്റെ ചിത്രം ഇങ്ങനെയല്ല. ഒരു കാലത്ത് താൻ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം മാത്രമല്ല, സ്വന്തം ജീവിതവും ആരോഗ്യവും മൂസക്കുട്ടിക്ക് കൈവിട്ടു പോയിരിക്കുന്നു. ഏഴുമാസം മുമ്പ് പക്ഷാഘാതവും ശരീരത്തെ തളർത്തിയതിനാൽ സംസാരം അവ്യക്തമാണ്. പിന്നെ 9 വർഷം അതേ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തു. 9 വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷമാണ് പിന്നെ ബിസിനസ്. 1994 അബുദാബിയിൽ ഓഫീസ് ബോയിയായി എത്തിയ മൂസക്കുട്ടി വർഷങ്ങൾക്ക് ശേഷം ബിസിനസ്സിലേക്ക് ഇറങ്ങി. ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്ത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന രാജകുമാരനായിരുന്നു അന്ന്. റാസൽ ഖൈമയിൽ നിന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കും ജിബൂട്ടി പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ബിസിനസ് വളർന്നു. 18 സഹോദര സ്ഥാപനങ്ങളിലേക്ക് ആ ലോകം നീണ്ടു. പക്ഷേ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് പെട്ടെന്നാണ്. രേഖകൾ പ്രകാരം കമ്പനിയുടെ 51% ഉടമസ്ഥതയുള്ള സ്പോൺസർ കമ്പനിയുടെ നിയന്ത്രണം പൊടുന്നനെ ഏറ്റെടുത്തു. കമ്പനി ഒരുപാട് പൈസയുണ്ട്, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. അയാൾ തോക്കെടുത്ത് കൊന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്താ ഒരു കരുതങ്ങി പോകുമ്പോഴും തോക്കിൻ മുനയിലായിരുന്നു ആ ഏറ്റെടുപ്പെന്ന് മൂസക്കുട്ടി ഓർക്കുന്നു. കമ്പനി നൽകാനുള്ള പണത്തിനെല്ലാം മൂസക്കുട്ടി ഒപ്പിട്ട ചെക്കുകളായിരുന്നു. കമ്പനിക്ക് കിട്ടാനുള്ള ചെക്കുകൾ സ്പോൺസറുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും പോയി. വരുമാനത്തിൽ യാതൊരു അവകാശവുമില്ലാതായ ഇദ്ദേഹം ചെലവിന്റെയും ചെക്കിന്റെയും മുഴുവൻ ഉത്തരവാദിയായി മാറി. ചരക്കുകൾ വാങ്ങിയ കമ്പനികൾക്ക് ഈടായി നൽകിയ ചെക്കുകൾ പണമില്ലാതെ ഒന്നിനു പിറകെ ഒന്നായി മടങ്ങി. അവ വണ്ടിച്ചെക്ക് കേസുകളായി. ജയിൽ ശിക്ഷയായിരുന്നു ഫലം. ഒരു വട്ടമല്ല, പലവട്ടം. 2008 ജയിൽ മോചിതനായി. ഇതിനിടെ സ്പോൺസറുമായുള്ള അവകാശ തർക്കം കോടതി കയറി. പക്ഷേ വിധി മൂസക്കുട്ടിക്ക് എതിരായിരുന്നു. 2012 വീണ്ടും ജയിൽവാസം. സ്പോൺസർ ട്രാവൽ ബാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ട്രാവൽ ബാൻ നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രദറിൻ്റെ പേരിൽ അയാൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കോടതി വെച്ചത് 1.5 മില്യനാണ്. അപ്പോൾ അത് കൊടുത്താലാണ് അയാൾ ട്രാവൽ ബാൻ നീക്കം ചെയ്യുള്ളൂ. അത് കൊടുത്തല്ലാതെ ഇവനക്ക് പോകാനും പറ്റില്ല. മൂസക്കുട്ടി നാട്ടിൽ പോയിട്ട് 11 വർഷം കഴിയുന്നു. സ്പോൺസർ നൽകിയ കേസിൽ യാത്രാവിലക്കുള്ളതിനാൽ നാട്ടിലേക്ക് പോകാനാവില്ല. 2 ആൺകുട്ടികളുണ്ട്. ഒരാൾ +2 കഴിഞ്ഞു, ഒരാൾ 7 പഠിക്കുന്നുണ്ട്. മൂത്തത് പെൺകുട്ടിയാണ്. പെൺകുട്ടി കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം കല്യാണം ഉറപ്പിച്ചു. ഡിസംബറിലോ അങ്ങനെ ഏകദേശം ഒരു ഡേറ്റാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ കൈ കൊടുക്കാൻ ഇവനവിടെ എത്തണം. അപ്പോൾ അവന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവൻ ശാരീരികമായിട്ട് ഇങ്ങനെ 3 വർഷം നീണ്ട ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി മാസങ്ങൾക്ക് ശേഷമാണ് മൂസക്കുട്ടിയെ പക്ഷാഘാതം പിടികൂടിയത്. 7 മാസം കോമയിൽ എന്ന പോലെ ഷാർജ കുവൈത്ത് ആശുപത്രിയിലായിരുന്നു.
ചികിത്സയ്ക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പോലും യാത്രാവിലക്ക് നീക്കാൻ സ്പോൺസർ തയ്യാറായിരുന്നില്ല. ഇക്കാക്ക് സുഖമില്ല എന്നറിഞ്ഞ് നാട്ടിൽ നിന്ന് സന്ദർശക വിസയിലെത്തിയ സഹോദരനും പ്രവാസി ഇന്ത്യയുടെ സന്നദ്ധ പ്രവർത്തകരുമാണ് സഹായത്തിനുണ്ടായിരുന്നത്. 17 മാർച്ച് അന്ന് രാത്രിയാണ് നമുക്കൊരു കോൾ കിട്ടുന്നത്. ഇങ്ങനെ ഒരു മലയാളി സഹോദരൻ പിന്നെ കുവൈത്ത് ഹോസ്പിറ്റലിൽ സെറിബ്രൽ ഹെമറേജ് വന്നിട്ട് കിടക്കുന്നുണ്ട്, ആരുമില്ല, ആരോ കൊടുന്നാക്കി പോയതാണെന്നുള്ള ഒരു അറിവാണ് കിട്ടിയത്, ICUവിലാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പോയി നോക്കുകയാണ്. പിന്നെ ബന്ധുക്കളോ കുടുംബക്കാരോ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ. അങ്ങനെ ഒരു 3 ആഴ്ചയോളം നമ്മൾ തന്നെ സ്ഥിരം പരിചരിച്ചിരുന്നു അദ്ദേഹത്തെ. പിന്നെ വാർഡിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ അനിയൻ വിസിറ്റ് വിസക്ക് വന്നു, 1 മാസത്തെ വിസിറ്റ് വിസക്ക് വന്നു. അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇതിൻ്റെ എന്താണ് ഇദ്ദേഹം ആരാണ് എന്നുള്ളൊരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുന്നത്. നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ മൂസക്കുട്ടിക്ക് നാട്ടിലേക്ക് പോകാനുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ ശരിയായിട്ടുണ്ട്. പക്ഷേ 15 ലക്ഷം ദിർഹം അത് തിരിച്ചു നൽകാനാവാതെ യാത്രാവിലക്ക് നീക്കാനാവില്ല. ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്പോൺസർ. ഒന്നല്ലെങ്കിൽ അയാളത് മാപ്പാക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇനി അത് കുറച്ച് പൈസ നമുക്ക് മാക്സിമം അയാൾ പറഞ്ഞ ഡിമാൻഡിന് കുറച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സെറ്റിൽ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റിൽ ചെയ്തിട്ട് അവനെ നാട്ടിൽ പറഞ്ഞേക്കാം. വേറൊരു മാർഗം ഇവിടെ ഇല്ല. നമ്മൾ കോടതിയിൽ നമ്മൾ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ട്രാവൽ ബാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപേക്ഷ പ്രൈവറ്റായി കൊടുത്തെങ്കിൽ അത് അവർക്ക് പറ്റില്ല. ഇത് ഈ ക്യാഷ് ഇടപാട് ഹക്ക് ഇടപാടായതുകൊണ്ട് സ്പോൺസർ തന്നെ അത് നീക്കം ചെയ്യണമെന്നാണ് കോടതിയിൽ നിന്ന് നമ്മോട് പറയുന്നത്. 51% ഉടമസ്ഥാവകാശമുണ്ടെങ്കിലും ഈ കമ്പനിയിൽ ഒരു പൈസ പോലും സ്പോൺസറുടേതില്ലെന്ന് മൂസക്കുട്ടി പറയുന്നു. പക്ഷെ കടം വീട്ടാൻ ഇത്രയും വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്ന് ആർക്കും അറിയില്ല. ഒന്നുകിൽ സ്പോൺസറുടെ മനസ്സലിയണം, അല്ലെങ്കിൽ ഉദാരമതികൾ കൈകോർത്ത് അത്ഭുതങ്ങൾ സംഭവിക്കണം. അത്തരം അത്ഭുതങ്ങൾക്കായി പ്രാർത്ഥിക്കാനേ ഇപ്പോൾ നമുക്കാർക്കും നിവൃത്തിയുള്ളൂ. ലുലു വീക്കെൻഡ് അറേബ്യയിൽ ഒരു